രാവിലെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാത്യുച്ചായൻ വല്യപ്പച്ചന്റെ അടുത്തേക്ക് വന്നത്. മാമച്ചൻ വിളിച്ചിരുന്നു. അയാൾ നാൻസിയും കൂടി ചെയ്തതിനൊക്കെ മാപ്പ് ചോദിച്ചു. പിന്നെ നാൻസിയുടെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയിരുന്നു. കൂടാതെ ഒരു കിഡ്നിയും ഡാമേജ്ഡ് ആയെന്ന്. ആ ചെയ്തു കൂടിയ പാവത്തിന്റെ ബലം അനുഭവിക്കണമല്ലോ. അയാൾ ഒരു നെടുവീർപ്പോടെ പറഞ്ഞതും വല്യപ്പച്ചനും അതിനെ അനുകൂലിച്ചു. എന്നതാ ഇവിടെ ഒരു ചർച്ച? അവിടേക്ക് വന്ന അലക്സ് അവരോട് ചോദിച്ചതും മാത്യുച്ചായൻ കാര്യങ്ങൾ പറഞ്ഞു. അതിനവനൊന്ന് മൂളിയതേ ഉള്ളൂ. മോൾ എണീറ്റില്ലേ അലക്സേ? അങ്ങോട്ടേക്ക് അവർക്ക് ചായയുമായി വന്ന റോസിയമ്മ ചോദിച്ചു. ഇല്ലമ്മ, ഉറങ്ങുക. ഇന്നലെ ഇടയ്ക്കിടെ പേടിച്ച് ഞെട്ടി എഴുന്നേക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല, അവൻ അവരോടായി പറഞ്ഞു. അതിനവരൊന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ അവരും ഓരോ ചർച്ചയിൽ ഏർപ്പെട്ടു. ദിവസങ്ങൾ അങ്ങനെ ഓരോന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഓഫീസിലെ സ്ട്രെസ്സും ലക്ഷ്മിയുമായുള്ള പ്രശ്നങ്ങളും കാരണം വിവേകിന് ആകെ ഭ്രാന്തെടുത്ത അവസ്ഥയായിരുന്നു. തലവേദന സഹിക്കാനാകാതെ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തവൻ ഫ്ളാറ്റിലേക്ക് തിരിച്ചു. ഡ്രൈവ് ചെയ്യുമ്പോൾ അവന്റെ ചിന്ത ലക്ഷ്മിയെ കുറിച്ചായിരുന്നു. ലക്ഷ്മിയും ഇന്ന് നേരത്തെ പോയെന്ന് പറഞ്ഞു. എന്തായിരിക്കും കാരണം? അല്ലെങ്കിൽ ഇപ്പൊ അവൾ പോകുന്നതും വരുന്നതും ഒന്നും താൻ അറിയാറില്ലല്ലോ. ലക്ഷ്മി ഇപ്പൊ പഴയ പോലെ ഒന്നും ആയിരുന്നില്ല. വീട്ടിൽ നിന്നും പുറത്താക്കിയ ശേഷം അവൾക്കിപ്പോ തന്നോട് വലിയ സ്നേഹമൊന്നുമില്ല. എപ്പോഴും കുറ്റം പറിച്ച് മാത്രം. ആദ്യമൊക്കെ വീട്ടിൽ തിരിച്ചു പോണം, അവരുടെ കാല് പിടിച്ചിട്ടായാലും തിരിച്ചു വീട്ടിൽ കയറാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കുമായിരുന്നു. അവളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഒരിക്കൽ താൻ വീട്ടിൽ വിളിക്കുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ പ്രതികരണം അവർക്കിനി ഇങ്ങനെ ഒരു മകനില്ലെന്ന് തീർത്തു പറഞ്ഞു. അവർ ചത്താൽ പോലും അങ്ങോട്ട് കയറരുതെന്ന്. അമ്മൂനോട് അന്ന് കോടതിയിൽ വെച്ച് അവളുടെ അമ്മ പറഞ്ഞ അതേ വാക്കുകൾ കാലം തിരിച്ചു തന്നിരിക്കുന്നു. അതിനുശേഷം പിന്നെ ലക്ഷ്മിയുടെ സമീപനവും മാറി. ആദ്യമൊക്കെ എന്റെ കൂടെ നിന്നവൾ പതിയെ അകലാൻ തുടങ്ങി. കുറച്ചു നാൾ കഴിയുമ്പോൾ മാറുമെന്ന് കരുതി. എന്നാൽ ബെഡ്റൂമിൽ പോലും അകലം പാലിച്ചു തുടങ്ങിയപ്പോഴാണ് അതിന്റെ ആഴം മനസ്സിലായത്. ചിന്തകൾക്ക് ശമനം വന്നത് അവന്റെ കാർ ഫ്ളാറ്റിന്റെ എൻട്രൻസിലേക്ക് കയറിയിരുന്നു. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി അവൻ നേരെ ചെന്ന് ഫ്ളാറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ക്ഷീണം കാരണം അവൻ ആ സെറ്റിയിലേക്ക് ഇരുന്നു. ലച്ചു എവിടെ? അവൾ നേരത്തെ ഇറങ്ങിയിട്ട് ഇതുവരെ എത്തിയില്ലേ? അവൻ പെറുപെടുത്തുകൊണ്ട് പതിയെ എഴുന്നേറ്റത് ബെഡ്റൂമിൽ നിന്നും എന്തോ സൗണ്ട് കേട്ടുകൊണ്ട് അവൻ അങ്ങോട്ട് നടന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി അവന്റെ സർവ്വ നാഡീഞരമ്പുകളും തളർന്നു പോകുന്നത് പോലെ തോന്നി. തന്റെ പെണ്ണിന്റെ ശരീരത്തിൽ പടർന്നു കയറുന്ന കിരൺ അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു. എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ലക്ഷ്മിയും കിരണും വിവേകിനെ കണ്ട് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. മാറിനു മുകളിലായി ബെഡ്ഷീറ്റ് പുതച്ചുകൊണ്ട് അവൾ തലകുനിച്ചു നിന്നു. ഒരു നിമിഷം കിരണും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. കണ്ണിൽ അഗ്നിയുമായി നിൽക്കുന്ന വിവേകിനെ നോക്കാനുള്ള ശക്തി അവർക്കില്ലായിരുന്നു. പാഞ്ഞു വന്ന വിവേകിന്റെ കൈ ലക്ഷ്മിയുടെ കരണത്ത് പതിഞ്ഞു. പ്രാണനെ പോലെ സ്നേഹിച്ചതല്ലേടി നിന്നെ ഞാൻ, എന്നിട്ട് നീ എന്നെ? അതും പറഞ്ഞുകൊണ്ട് ദേഷ്യം തീരാതെ അവൻ അവളെ വീണ്ടും വീണ്ടും തല്ലി. വിവേക് ലക്ഷ്മിയെ തല്ലുന്നത് കണ്ട് കിരൺ അവനെ തടയാൻ ശ്രമിച്ചു. വിവേക് പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മാറി നിക്കടാ, കൂടെ നിന്ന് ചതിക്കുമായിരുന്നു അല്ലേടാ നീ? അതും പറഞ്ഞ് അവൻ കിരണിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. കിരണിനെ തല്ലുന്നത് കണ്ട് ലക്ഷ്മി വിവേകിന്റെ അടുത്തേക്ക് വന്ന് അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വിട് വിവേക്, കിരണിനെ വിട്. അത് കേട്ടതും വിവേകിന്റെ സർവ്വക്ഷമയും നശിച്ചു. അവനവളെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. വേദന സഹിക്കാനാകാതെ ഒടുവിൽ ലക്ഷ്മി അവനെ പുറകിലേക്ക് പിടിച്ചു തള്ളി. തൊട്ടു പോരു തന്നെ, എന്നെ തല നിങ്ങൾക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? നിങ്ങൾ എന്റെ ആരാ? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ഒരവകാശവുമില്ല. കുറച്ചു കാലം ഒരുമിച്ച് കഴിഞ്ഞു എന്ന് കരുതി ഞാൻ നിങ്ങളുടെ ഭാര്യയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇനി എന്റെ ശരീരത്തിൽ നിങ്ങൾ തൊട്ടുപോകരുത്. ലക്ഷ്മി അലറിക്കൊണ്ട് പറഞ്ഞതും വിവേക് അവളെ അത്ഭുതത്തോടെ നോക്കി. ശരിയാണ്, നിയമപ്രകാരം അവൾ ഇതുവരെയും തന്റെ ഭാര്യയായിട്ടില്ല. അന്ന് കല്യാണം മുടങ്ങിയപ്പോൾ ഇനി രജിസ്റ്റർ മാരേജ് മതിയെന്ന് താൻ പറഞ്ഞപ്പോൾ താലികെട്ടൻ രജിസ്റ്റർ മാരേജ് ഒന്നും വേണ്ട എന്നും ഇനി ലിവിംഗ് ടുഗദർ മതിയെന്നും പറഞ്ഞത് ലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മേൽ തനിക്ക് യാതൊരു അവകാശവുമില്ല. അവൻ ഒന്നും വേണ്ടാതെ പുറത്തേക്ക് നടന്നു. ഹാളിലെ സെറ്റിയിൽ അവൻ ഇരുന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു. അവന്റെ മുന്നിലെ തുമ്പപ്പൂവിന്റെ നൈർമല്യമുള്ള ഒരു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് മിഴിനീർ പൊടിഞ്ഞു. അല്പസമയത്തിനകം കയ്യിൽ ഒരു ബാഗുമായി കിരണിന്റെ കൈയും പിടിച്ച് ലക്ഷ്മി പുറത്തേക്ക് വന്നു. ഞാൻ പോകുന്നു. വന്ന ഉടനെ അവൾ വിവേകിനോടായി പറഞ്ഞു, കുറെ കാലം ഒന്നിച്ചു കഴിഞ്ഞതല്ലേ, അതുകൊണ്ടാ പറഞ്ഞിട്ട് പോകുന്നത്. അവൾ പുച്ഛത്തോടെ പറയുന്നത് കേട്ടത് അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. നിങ്ങൾ നോക്കൊന്നും വേണ്ട, ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെ. പക്ഷെ ഞാൻ സ്നേഹിച്ചത് ഇതുപോലെ കാലണയ്ക്ക് വകയില്ലാത്ത വിവേകിനെയല്ല, ചന്ദ്രത്തും വിവേക് ചന്ദ്രശേഖരനെ. നിന്റെ സ്വത്തുക്കൾ കണ്ടു തന്നെ ഞാൻ നീയുമായിട്ട് അടുത്തത്. നീ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം നോക്കിയത് നിന്റെ സ്വത്തുക്കൾ തന്നെ. എല്ലാം കൊണ്ട് എന്റെ ലൈഫ് സേഫ് ആകും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ നിന്റെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോഴേക്കും നിന്റെ തന്ത ആ കിളവൻ കൂട്ടുകാരന്റെ മോളെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നു. എന്റെ പ്ലാനുകളെല്ലാം തെറ്റിച്ചു. അവളെ കെട്ടിയില്ലെങ്കിൽ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് കൂടി അറിഞ്ഞപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അപ്പോഴാ അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്.
എന്നോടുള്ള അടങ്ങാത്ത പ്രണയം കാരണം നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്കതിന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അവസാന നിമിഷം ആ ചെറ്റ സ്തുതി എല്ലാം തകർത്തു. നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. നിന്നെ കൊണ്ട് വീട്ടിൽ വിളിപ്പിച്ചു. എങ്ങനെയെങ്കിലും അവരുടെ മനസ്സ് മാറ്റാമെന്ന് കരുതി. പക്ഷെ നിന്റെ അച്ഛൻ എല്ലാ സ്വത്തുക്കളും നിന്റെ അനിയന്റെ പേര് എഴുതി വെച്ചു എന്ന് മനസ്സിലായതും ഇനി നിന്നെ കൊണ്ട് ആവശ്യമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. ഞാൻ കിരണിന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്നേക്കാൾ ബെറ്റർ ചോയ്സ് ഇവൻ തന്നെയാ. കിരൺ US ജോലി റെഡിയായി. അവൻ പോകുമ്പോ ഞാനും കൂടെ പോകും. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും വിവേക് പതിയെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. നീ പറഞ്ഞത് ശരിയാ. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അല്ലെങ്കിൽ തന്നെ നിന്നെ കുറ്റപ്പെടുത്താൻ എനിക്ക് യാതൊരു അർഹതയില്ല. കപട സ്നേഹം കാണിച്ച് നീ എന്നെ ചതിച്ചപ്പോൾ ഞാനും അതേ ചതി തന്നെയാണ് ഒരു പാവം പിടിച്ച പെണ്ണിനോട് ചെയ്തത്. എന്തിനു വേണ്ടിയാണെങ്കിലും നിന്റെ വാക്കും കേട്ട് അതിനെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ അതെനിക്ക് കിട്ടണം. അത് ഏറ്റുവാങ്ങാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അവൻ അതും പറഞ്ഞുകൊണ്ട് കിരണിന്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾക്ക് പോകാം. അതിനു മുമ്പ് കിരണിനോട് ഞാൻ പറയുക, ഇവളുടെ മനസ്സിലെന്താണെന്ന് ഇവളുടെ വായിൽ നിന്ന് തന്നെ നീ അറിഞ്ഞല്ലോ. ഇവളെ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തവൾ നാളെ നിന്നോടും ചെയ്യുന്നത് മറിച്ചായിരിക്കില്ല. നിന്റെ ബാങ്ക് ബാലൻസ് തീരുന്നത് വരെ ഉണ്ടാകും ഇവൾക്ക് നിന്നോടുള്ള പ്രണയം. അതുകൊണ്ട് നീയും കരുതിയിരുന്നു. അവൻ കിരണിനെ നോക്കി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി വാതിലടച്ചു. ഒരു നിമിഷം കിരൺ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. വാ കിരൺ, അവൻ അങ്ങനെയൊക്കെ പറയും. നമ്മളിപ്പോ പിരിക്കേണ്ടത് അവന്റെ ആവശ്യമാണ്. നീ അതൊന്നും കാര്യമാക്കണ്ട. വാ, നമുക്ക് പോവാം. അവൾ അതും പറഞ്ഞുകൊണ്ട് അവന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് റൂമിലേക്ക് പോകുകയായിരുന്നു വിമൽ. സിറ്റൌട്ടിലെ കസേരയിൽ ആരോ ഇരിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇരുട്ടായതിനാൽ അവൻ ആളെ മനസ്സിലായില്ല. അവൻ അടുത്തേക്ക് ചെന്നുകൊണ്ട് ലൈറ്റ് ഇട്ടു. പെട്ടെന്ന് കണ്ണിലേക്ക് വെട്ടടിച്ചതും വിവേക് ഞെട്ടി എഴുന്നേറ്റു. ഏട്ടൻ! വിമൽ ഞെട്ടലോടെ അവനെ നോക്കി നിന്നു. രണ്ടുപേരും ഒന്നും മിണ്ടാനാകാതെ പരസ്പരം നോക്കി നിന്നു. ആരാ മോനെ? പെട്ടെന്ന് ചന്ദ്രശേഖരന്റെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. വിവേകിനെ കണ്ടതും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. നീയോ? നീ എന്താ ഇവിടെ? നിന്നോട് ഈ പടി ചവിട്ടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അയാൾ അവന് നേരെ ആക്രോശിച്ചു. അച്ഛാ! അച്ഛനോ? ആരുടെ അച്ഛൻ? എനിക്കൊരു മകനേ ഉള്ളൂ, ദേ ഇവൻ. വിവേക് ദയനീയമായി വിളിച്ചതും അയാൾ അതും പറഞ്ഞുകൊണ്ട് വിമലിനെ ചൂണ്ടിക്കാണിച്ചു. ആരാ ചന്ദ്രേട്ടാ? അപ്പോഴേക്കും ദേവിയമ്മ അങ്ങോട്ടേക്ക് വന്നു. അവനെ കണ്ടത് അവർ സ്തബ്ധയായി നിന്നു. ശേഷം ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറാൻ തുടങ്ങി. അമ്മേ! അവർ പോകുന്നത് കണ്ട് വിവേക് അവരെ വിളിച്ചു. നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നീ അങ്ങനെ വിളിക്കുമ്പോ അമ്മ എന്ന പദം പോലും അർത്ഥമില്ലാതെയായി പോകുന്നു. അമ്മേ, എനിക്ക് തെറ്റുപറ്റി. ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലും ഇല്ലെന്നറിയാം. എങ്കിലും എനിക്ക് മാപ്പ് തരണം. ഒരു പാവം പെൺകുട്ടിയുടെ മേൽ ഇത്രയും വലിയ തെറ്റ് ചെയ്യുമ്പോൾ നീ നിന്റെ അമ്മയെ കുറിച്ചൊന്ന് ചിന്തിച്ചിരുന്നു? നിന്റെ അമ്മയെ പോലെ ഒരു പെണ്ണാണ് അവളെന്ന് എന്തുകൊണ്ട് നീ ഓർത്തില്ല? അവളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിനക്ക് നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ക്ഷമ ചോദിച്ചാൽ അവളുടെ ജീവിതം ശരിയാകുമോ? അവൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കൊടുക്കാൻ നിനക്ക് സാധിക്കുമോ? അവൻ പറഞ്ഞു കഴിഞ്ഞതും അവർ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അമ്മേ, ഞാൻ തെറ്റാണ് ചെയ്തത്. പറ്റിപ്പോയി. കപട സ്നേഹത്തിന് മുന്നിൽ യഥാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞില്ല. അതറിഞ്ഞപ്പോഴേക്കും എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞതും 3 പേരെ അവനെ സംശയത്തോടെ നോക്കി. അത് കണ്ടതും അവനെല്ലാം അവരോട് തുറന്നു പറഞ്ഞു. ഒടുവിൽ ലക്ഷ്മി പോയതടക്കം. ഓ, അപ്പൊ അതാണ് ഇങ്ങോട്ടുള്ള ഇപ്പോഴത്തെ ഈ വരവ്. പണ്ടൊരു ചൊല്ലുണ്ട്, പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന്. വിവേക് പറഞ്ഞു കഴിഞ്ഞതും വിമൽ ഒരു പരിഹാസത്തോടെ പറഞ്ഞു. വിമൽ! അത് കേട്ടതും ചന്ദ്രശേഖരൻ ശാസനയോടെ അവനെ വിളിച്ചു. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് കണ്ണീരോടെ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയിരുന്നു. അതാരും മറക്കരുത്. അവൻ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. വിമൽ പോയ വഴിയെ നോക്കി നിന്നിട്ട് ചന്ദ്രശേഖരൻ വിവേകിനോടായി പറഞ്ഞു. ഞങ്ങൾ നിന്നോട് ക്ഷമിക്കാം. പക്ഷെ അത് അമ്മ നിന്നോട് ക്ഷമിച്ചതിന് ശേഷം മാത്രം. അതുവരെ നീ പടി ചവിട്ടരുത്. അയാൾ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ തന്നെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവിയമ്മയും കയറിപ്പോയി. ആ വീടിന്റെ വാതിലുകൾ അവന് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. അടച്ചിട്ട വാതിലിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നിട്ട് അവൻ ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അമ്മുവിന്റെ വയറ് ചെവി ചേർത്ത് വെച്ച് മാവയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അലക്സ്. അമ്മു ഒരു ചെറു പുഞ്ചിരിയോടെ അവന്റെ കുഞ്ഞിനോടുള്ള കൊഞ്ചലുകൾ നോക്കി കാണുവാണ്. അമ്മുവിന് ഇത് 9ാം മാസം തുടങ്ങി. ഹൈന്ദവാചാര പ്രകാരം 7ാം മാസത്തെ കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങുണ്ട്. എന്നാൽ അമ്മുവിന് എങ്ങോട്ടും പോകണ്ടാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ ഒരു ബേബി ഷവർ നടത്തി. അത് കഴിഞ്ഞ് വന്ന് കിടന്നതാണ് 2 പേര്. അതിനിടയിലാണ് പപ്പയുടെ കൊഞ്ചിക്കൽ. എന്നും ഇത് പതിവുള്ളതിന് അമ്മ അത് ആസ്വദിച്ച് കിടക്കും. പപ്പയുടെ പൊന്നെ, പപ്പയെ കാണാൻ എന്നാ വരുന്നേ? പപ്പ എത്ര നാളായി കാത്തിരിക്കുകയാണെന്നറിയോ? അത് കേട്ടതും അമ്മ മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു. ദേ നോക്കുവാവേ, നിന്റെ മമ്മിക്ക് കുശുമ്പൂത്തി തുടങ്ങി. അവൾ
അവളുടെ പിണക്കം കണ്ടതും അവൻ ചെറുചിരിയോടെ വാവയോടായി പറഞ്ഞു. അല്ലെങ്കിലും ഇച്ചാൻ ഇപ്പൊ എന്നെ വേണ്ടല്ലോ, എപ്പോഴും വാവ മതി. അവൻ പറയുന്നത് കേട്ട് അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണോ? അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആ, അങ്ങനെ തന്നെ. ഇച്ചാൻ ഇപ്പൊ എന്നോട് ഒട്ടും അവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവളുടെ ചുണ്ടുകൾ അവൻ കവർന്നെടുത്തു. ഒട്ടും വേദനിപ്പിക്കാതെ അവളുടെ ചുണ്ടുകളിലെ തേ അവൻ നുകർന്നെടുത്തു. അല്പസമയത്തിന് ശേഷം അവളിൽ നിന്നും അകന്നു മാറുമ്പോൾ ഒരു കിതപ്പോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖാമർത്തി കിടന്നു. എന്നതേലും കുഴപ്പമുണ്ടോ വാവേ? അവൻ അവളുടെ മുഖമുയർത്തി ചോദിച്ചതും അവൾ ഇല്ല എന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. പതിയെ അവളെ കട്ടിലേക്ക് ചായച്ചു കിടത്തിക്കൊണ്ട് അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് ടേബിൾ ലാമ്പിട്ടു. മോൾ ഉറങ്ങിക്കോ. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയെ തലോടിക്കൊണ്ടിരുന്നു. അവന്റെ കരസ്പർശത്തിൽ ലയിച്ചുകൊണ്ട് അവൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഉറങ്ങുന്ന അമ്മുവിന്റെ നെറ്റിയിൽ അതരങ്ങൾ ചേർത്തുകൊണ്ട് അവനും കണ്ണുകൾ അടച്ചു. അടിവയറ്റിൽ ശക്തമായ വേദന തോന്നിയപ്പോഴാണ് അമ്മു കണ്ണുകൾ തുറന്നത്. അവൾ വയറ്റിൽ അമർത്തി പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റ് അലക്സിനെ വിളിക്കാൻ ശ്രമിച്ചു. ഇച്ചയാ. അമ്മുവിന്റെ കരച്ചിൽ കേട്ടതും അലക്സ് ഞെട്ടി എഴുന്നേറ്റു. അവൻ നോക്കുമ്പോൾ അമ്മു വയറി കൈവച്ചുകൊണ്ട് വേദന കടിച്ചു പിടിച്ചിരിക്കുന്നതാണ്. എന്നാടാ, എന്നാ പറ്റി? വേദനിക്കുന്നു ഇച്ചയാ. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, കരയല്ലേ. അവൻ പതർച്ചയോടെ പറഞ്ഞുകൊണ്ട് അവളെ കൈകളെ കോരിയെടുത്തതും അവന്റെ കൈകളിലൂടെ എന്തോ ദ്രാവകം ഒഴുകുന്നത് പോലെ തോന്നി. അത് കണ്ടതും അമ്മു ആകെ പേടിച്ചു. ഒന്നുമില്ലടാ, വാട്ടർ ബ്രേക്ക് ആയതാ, നമുക്ക് ഇപ്പോ ഹോസ്പിറ്റലിൽ പോവാം. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ എടുത്തുകൊണ്ട് താഴേക്കോടി. പപ്പ, മമ്മി. താഴേക്ക് ചെന്നുകൊണ്ട് അവൻ എല്ലാവരെയും നോക്കി അലറി വിളിച്ചു. അവന്റെ അലർച്ച കേട്ട് എല്ലാവരും ഇറങ്ങി വന്നതും കയ്യിൽ അമ്മൂനെ എടുത്തു നിൽക്കുന്ന അലക്സിനെയാണ് കാണുന്നത്. അയ്യോ, എന്റെ കുഞ്ഞിന് എന്തു പറ്റി? അവരെ കണ്ടതും വല്യമ്മച്ചി നിലവിളിച്ചുകൊണ്ട് വന്നു. അപ്പ, വണ്ടി എടുക്കും, ഹോസ്പിറ്റലിൽ പോണം. അവൻ അതും പറഞ്ഞ് അവളെയും കൊണ്ട് പുറത്തേക്കോടി. കാറിന്റെ ഡോർ തുറന്ന് അമ്മൂനെ അകത്തേക്ക് ഇരുത്തി. പെട്ടെന്ന് തന്നെ മിക്കിയപ്പയും മമ്മയും റോസിയമ്മയും ലീനയും കൂടെ വണ്ടി കയറി. എല്ലാവരും കയറിയതും മിക്കിയപ്പോ വണ്ടി എടുത്തു. ഒന്നുമില്ലടാ, ഇപ്പൊ എത്തും. വയറ്റിൽ അമർത്തി പിടിച്ച് കരയുന്ന അമ്മൂനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ അലക്സിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. മാളിക ഹോസ്പിറ്റലിന്റെ എൻട്രൻസിലേക്ക് കാർ നിർത്തിയതും അലക്സ് അമ്മൂനെ കൈകളെ കോരി എടുത്തുകൊണ്ട് അകത്തേക്ക് പാഞ്ഞു. നേരത്തെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് നേരെ ലേബർ റൂമിലേക്ക് തന്നെ കൊണ്ടുവന്നു. സ്ട്രെച്ചറിൽ കിടത്തി ലേബർ റൂമിന്റെ വാതിൽക്കൽ എത്തിയതും അലക്സിന്റെ കൈ അവൾ മുറുകെ പിടിച്ചു. ചെല്ലി, പോയി നമ്മുടെ വാവയും കൊണ്ട് തിരികെ വാ, ഞാൻ കാത്തിരിക്കും. അവളുടെ നെറുകെ ചുണ്ടുക ചേർത്ത് കവളി വലം കൈ കൊണ്ട് തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു. അതിന് മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും അമ്മൂനെയും കൊണ്ട് അകത്തേക്ക് പോയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ എബിയും എത്തി. ഡാ, എന്റെ അമ്മു. ഒന്നുമില്ല, ഞാനില്ലേ. അലക്സ് എബിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞതും എബി അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അവൻ ലേബർ റൂമിലേക്ക് കയറി. ലേബർ റൂമിന്റെ വാതിൽ അടഞ്ഞതും അലക്സ് തളർച്ചയോടെ കസേരയിലേക്ക് ഇരുന്ന് മുഖം പൊത്തി. അവന്റെ മനസ്സ് നിറയെ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളായിരുന്നു. അല്പസമയത്തിന് ശേഷം അവന്റെ തോളിൽ ഒരു കരസ്പർശയേറ്റതും അവൻ തലയുയർത്തി നോക്കി. മമ്മി, സോറി. അവൻ എൽസമ്മയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് കരഞ്ഞു. അച്ഛനമ്മമാര് തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് എത്രമാത്രം വേദനിക്കുന്നുവെന്ന് ഈ ഒരു അവസരത്തിലാണ് അവൻ മനസ്സിലാക്കിയത്. താൻ പിണങ്ങിയിരുന്നപ്പോൾ തന്റെ മമ്മ എത്രമാത്രം വേദനിച്ചുവെന്ന് അവന് മനസ്സിലായി. അവൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവരുടെ നെഞ്ചിലെ ചൂടി പറ്റിച്ചേർന്നിരുന്നു. നിന്റെ കുഞ്ഞിനെയും കൊണ്ട് അമ്മമ്മോൾ പെട്ടെന്ന് വരും. അവർ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും വല്യപ്പച്ചനും വല്യമ്മച്ചിയും പപ്പയും കൂടി വന്നു. അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല, അതുകൊണ്ട് ഞങ്ങളിങ്ങി വന്നു. മിക്കിയപ്പയുടെ അടുത്തേക്ക് വന്ന് വല്യപ്പച്ചൻ പറഞ്ഞു. അപ്പോഴാണ് എൽസമ്മയുടെ നെഞ്ചിച്ചേരി കിടക്കുന്ന അലക്സിനെ അവർ കാണുന്നത്. അത് കണ്ടതും അവർക്ക് ഒത്തിരി സന്തോഷം തോന്നി. അനാമി അലക്സിന്റെ കൂടെയുള്ളതാരാ? അപ്പോഴേക്കും ഒരു നഴ്സ് വന്ന് വിളിച്ചു. എന്താ സിസ്റ്റർ? ഡോക്ടർ അലക്സ്. അലക്സ് അവരുടെ അടുത്തേക്ക് ചെന്നതും അവർ അത്ഭുതത്തോടെ അവനെ നോക്കി. ഹോസ്പിറ്റലിൽ അധികം പേർക്കും അമ്മു അലക്സിന്റെ ഭാര്യയാണെന്ന് അറിയില്ല. പറയേണ്ടെന്ന് അമ്മു തന്നെയാ പറഞ്ഞു. പിന്നെ എല്ലാവർക്കും MDയുടെ വൈഫ് എന്നുള്ള പരിഗണന ഉണ്ടാകും. അത് ഒഴിവാക്കാനായിരുന്നു. അനാമിയുടെ ഹസ്ബൻഡാണ്. അവർ സംശയത്തോടെ ചോദിച്ചതും അവൻ പറഞ്ഞു. ഡോക്ടർ എബി വിളിക്കുന്നു. ആദ്യത്തെ ഞെട്ടൽ മാറിയതും അവർ പറഞ്ഞു. അലക്സ് അകത്തേക്ക് ചെന്നും എബിയുടെ കൈ പിടിച്ചു വെച്ച് കരയുന്ന അമ്മൂനെയാണ് കണ്ടത്. എന്താടാ, എന്തു പറ്റി? അവൻ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലടാ, നല്ല പെയിനുണ്ട്. ആള് നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്. നീ അടുത്തുണ്ടെങ്കിൽ ഒരാശ്വാസകം, അതാ വിളിപ്പിച്ചത്. എബി ഒരു ചിരിയോടെ പറഞ്ഞു കേട്ട് അലക്സ് കയ്യിൽ മുറുകെ പിടിച്ചു. വയ്യ ഇച്ചായ, ഞാൻ മരിച്ചു പോവും. അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കരഞ്ഞു. ആഹാ, അങ്ങനെയാണെങ്കിൽ പ്രസവിക്കുന്നവരെല്ലാം മരിച്ചു പോകണമല്ലോ. അമ്മുവിന്റെ സംസാരം കേട്ടത് എബി പറഞ്ഞു.
ഒന്നുമില്ല മോളെ, ഇപ്പൊ കഴിയും. അലക്സ് അവളുടെ നെറ്റിയിൽ ഒരു കൈയും മറു കൈ അവളുടെ ഇടത്തെ കൈയിലും മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ! അവളുടെ നിലവിളി ആ മുറിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു. തന്നിൽ നിന്നും എന്തോ വേർപെട്ടു പോകുന്ന പോലെ അമ്മൂന് തോന്നിയതും എബിയുടെ ശബ്ദം കേട്ടു. മോനാണ് അലക്സ്. എബി പറഞ്ഞതും അലക്സ് പുഞ്ചിരിയോടെ അമ്മൂന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. കുഞ്ഞിനെ ക്ലീൻ ചെയ്ത് മെഡിക്കൽ ചെക്കപ്പും കഴിഞ്ഞ് അലക്സിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. തന്റെ കുഞ്ഞ്. അവനൊരു നിർവൃത്തിയോടെ കുഞ്ഞിന്റെ നെറുകയിൽ ചുംബിച്ചു. ശേഷം അമ്മൂന്റെ മുഖത്തിന് നേരെ കാണിച്ചു കൊടുത്തു. അവൾ നിറ കണ്ണുകളോടെ കുഞ്ഞിന്റെ നെറ്റിയിൽ ചുംബിച്ചു. നീ കുഞ്ഞിനെ പുറത്തു നിൽക്കുന്നവർക്ക് കാണിച്ചിട്ട് വാ, കേട് ചെയ്യണം. പിന്നെ 2 hours കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും. എബി അലക്സിനോട് പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അമ്മൂനെ നോക്കി തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. നഴ്സിനോട് എന്തൊക്കെയോ പറഞ്ഞ് ഏൽപ്പിച്ച് അമ്മൂന്റെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് എബിയും പോയി. അലക്സ് പുറത്തേക്ക് വന്നതും എല്ലാവരും അവന്റെ അടുത്തേക്ക് വന്നു. എല്ലാവരും മാറി മാറി കുഞ്ഞിനെ വാങ്ങി. അല്പസമയത്തിന് ശേഷം കുഞ്ഞിനെ നഴ്സ് വന്ന് വാങ്ങിക്കൊണ്ടു പോയി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മൂനെ റൂമിലേക്ക് കൊണ്ടുവന്നു. അവളുടെ അടുത്തായി കുഞ്ഞിനെയും കിടത്തി. എല്ലാവരും അവരുടെ ചുറ്റിനും ഇരുന്നു. അലക്സ് അമ്മൂന്റെ അടുത്തിരുന്ന് അവളെ തന്നെ നോക്കിയിരുന്നു. അവളും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുമായിരുന്നു. എന്റെ മോൾക്ക് ഒത്തിരി വേദനിച്ചു അല്ലേടാ? അവൻ അവളുടെ കൈ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ചോദിച്ചു. വേദനയൊക്കെ മോന്റെ മുഖം കണ്ടപ്പോ പോയി. അവൾ അവനോടായി പറഞ്ഞതും അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. നോക്ക് വല്യമ്മച്ചി, മോൻ ഇച്ചാനെ പോലെ തന്നെയാ അല്ലേ? പിന്നെ അവന്റെ കുഞ്ഞ് അവനെ പോലെ അല്ലാതെ വേറെ വല്ലവരും പോലെ ഇരിക്കോടി. ലീന പറഞ്ഞത് മിക്കിയപ്പോ കൗണ്ടർ അടിച്ചു. ദേ അപ്പായെ, മിണ്ടായിരുന്നു. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ലീന തിരിഞ്ഞിരുന്നു കുഞ്ഞിനെ കളിപ്പിച്ചു. എല്ലാവരും അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. അപ്പോഴും അലക്സിന്റെ കൈ അമ്മുന്റെ കൈ മുറുകെ പിടിച്ചിരുന്നു.